ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4th ചാപ്റ്ററായ വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഇത്. 1ാമത്തെയും 2ാമത്തെയും പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്താണെന്ന് പറഞ്ഞാണ് നിർത്തിയത്. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ ഓർ പാർഷ്യൽ വിപര്യം എന്ന് പറഞ്ഞാൽ? In a plane mirror, the left side of an object appears the right side of the image. The right side of the object appears the left side of the image. അതായത് സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗത്തായും വസ്തുവിൻ്റെ ഇടതുഭാഗം വലതുവശത്തായും കാണുന്ന പ്രതിഭാസമാണ് പാർശ്യ വിപര്യം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, പ്രതിബിംബത്തിൻ്റെ അകലം. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ജനലിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്, മെഴുകുതിരി, ഡബിൾ സൈഡ് ടേപ്പ് വേണം, പിന്നെ A4 സൈസ് പേപ്പർ വേണം. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെ A4 സൈസ് പേപ്പറിൽ ഇതേ കണക്ക് 1 2 3 എഴുതുക. രണ്ട് സൈഡിൽ 2 എണ്ണം ഒരേ കണക്ക് എഴുതുക, 2 സൈഡിൽ വെക്കുക, നടുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യുക. ഇപ്പുറ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു മെഴുകുതിരി, പ്രകാശിക്കുന്ന ഒരു മെഴുകുതിരി ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. ഈ 3 എന്നുള്ള നമ്പറിൻ്റെ അവിടെയാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് എവിടെയായിരിക്കും? ഇത് നേരെ ഇതിൻ്റെ ലൈറ്റ് ഇപ്പുറത്ത് വരുന്ന ഇമേജ് വരുന്നത് എവിടെയായിരിക്കും? അതേ 3 എന്ന് പറയുന്ന ആ നമ്പറിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എവിടെയാണ് മാറ്റി മാറ്റി വെച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ, വസ്തുവിന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒരേ ലെവലിലായിരിക്കും. ഒരേ അകലം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, പ്രതിബിംബത്തിൻ്റെ അകലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ അകലത്തിനും രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് ഇത് തെളിയിക്കുന്നത്. നോക്കുക, സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഈസ് യുവർ ഇമേജ് സീൻ? സമതല ദർപ്പണത്തിൻ്റെ മുന്നിൽ നിൽക്കൂ, നിങ്ങളുടെ പ്രതിബിംബം എത്ര അകലെയാണ് കാണുന്നത്? നമ്മൾ സാധാരണ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ക്ലിയർ ആയിട്ട്, അത്രയും അകലം, നമ്മൾ കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരത്തിലാണോ നിൽക്കുന്നത് ആ പ്രതിബിംബത്തിന്, ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന് അത്രയും ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? മൂവ് എ ലിറ്റിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ഡസൻ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ആൾസോ ചേഞ്ച്? നമ്മൾ ഫ്രണ്ടിലോട്ട് നീങ്ങുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ബാക്കിലോട്ട് നീങ്ങുമ്പോഴത്തേക്ക് ആ മൂവ്മെൻറ്റ്സിൽ വരുമ്പോഴത്തേക്ക് ആ പ്രതിബിംബത്തിൽ അതേ മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നുണ്ട്, അല്ലേ? ഇഫ് വി ടേക്ക് എ റിഫ്ലക്റ്റീവ് glass used in windows instead of a plain mirror, we can measure the distance of an object from the mirror and the distance to the image from the mirror. Let's do an experiment. നമുക്കത് മെഷർ ചെയ്യാം. We can measure the സമതല ദർപ്പണത്തിന് പകരം ജനൽ ചില്ലുകളുമായി ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചാൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അളന്ന് പരിശോധിക്കാൻ കഴിയും. നമുക്കൊരു എക്സ്പെരിമെൻ്റാണ് അതിന് വേണ്ടിയിട്ട്. എന്താണ് ആദ്യം? ഫിക്സ് എ റിഫ്ലക്റ്റീവ് ഗ്ലാസ് വെർട്ടിക്കലി ഓൺ ദ ടേബിൾ യൂസിങ് ദ ഡബിൾ സൈഡഡ് ടേപ്പ്. ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇതേപോലെ ഒരു വെർട്ടിക്കലായിട്ട് ഒരു ഗ്ലാസ് നിർത്തുക. Tear an A4 size paper lengthwise into 2 pieces. അപ്പോൾ ഒരു A4 സൈസ് പേപ്പറിനെ നെടുകെ കീറി 2 കഷ്ണങ്ങളാക്കി രണ്ടിലും തുല്യ അകലത്തിൽ വരയിട്ട് 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ എഴുതുക. ചിത്രത്തിൽ കാണുന്നത് പോലെ റിഫ്ലക്റ്റീവ് ഗ്ലാസിന് മുന്നിലും പിന്നിലുമായി പേപ്പറുകൾ വയ്ക്കുക. കണ്ടോ? 1 2 3 5 ഫ്രണ്ടിലും അതേ കണക്ക് ബാക്കിലും ഒരേ കണക്ക് ഫിക്സ് ചെയ്യുക. Place the paper in front and behind the reflective glass as shown in the figure. Place a lighted candle at the area marked 3 as shown in the figure. ഇവിടെ ഈ പിക്ചറിൽ 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അടുത്താണ് ഒരു ക്യാൻഡിൽ കത്തിച്ച് വച്ചിരിക്കുന്നത്.
Place a coin at the area marked 3 on the other side. What will be the position of the image formed on the mirror? Repeat the experiment by placing the candle at different positions. Move the coin the position where the images are seen. അപ്പോൾ ഇവിടെ 3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ പറയാണ്. മറുവശത്ത് 3 എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഒരു നാണയം വയ്ക്കാനാണ്. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ മെഴുകുതിരി വച്ച് പരീക്ഷണം ആവർത്തിക്കുക. പ്രതിബിംബം കാണുന്ന സ്ഥാനത്തേക്ക് നാണയം മാറ്റി വയ്ക്കാനാണ്. വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് നമ്മൾ കാൻഡിൽ മാറ്റി മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ പ്രതിബിംബവും അപ്പുറ സൈഡിൽ വരുന്ന പ്രതിബിംബവും എന്തുമായിരിക്കും? ഇവിടെ 3 ആണെങ്കിൽ അവിടെയും 3 ആയിരിക്കും. ഇവിടെ 4ലാണ് വയ്ക്കുന്നതെങ്കിൽ അപ്പുറം 4ലായിരിക്കും. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രതിബിംബത്തിൻ്റെ അകലവും ഒബ്ജക്റ്റിൻ്റെ അകലവും എന്താണ്? ഈക്വൽ ആയിരിക്കുക. ക്ലിയർ ആയോ? അടുത്ത സൈസ് ഓഫ് ദ ഇമേജ്, പ്രതിബിംബത്തിൻ്റെ വലിപ്പം. Repeat the activity you have done using another candle of the same size. Place each candle at position 3 on both sides. അപ്പം നിങ്ങൾ നടത്തിയ ഈ പ്രവർത്തനം തന്നെ അതേ വലിപ്പമുള്ള മറ്റൊരു മെഴുകുതിരി കൂടി ഉപയോഗിച്ച് ആവർത്തിക്കാനാണ്. ഇരുവശത്തും 3 എന്ന സ്ഥലത്ത് ഓരോ മെഴുകുതിരി വയ്ക്കുക. Look at it from one side. Don't you see both the reflection and the candle on the other side at the same position? അപ്പോൾ എന്താണ്? ഒരു വശത്ത് നിന്ന് നോക്കിയാൽ മറുവശത്ത് രൂപപ്പെടുന്ന പ്രതിബിംബവും അവിടെ വെച്ച മെഴുകുതിരിയും ഒരേ സ്ഥാനത്ത് കാണുന്നില്ലേ? രണ്ടിൻ്റെയും വലിപ്പം നിരീക്ഷിക്കാനാണ്. എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. സ്ഥാനം മാറ്റിവെച്ച് വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ വലിപ്പം താരതമ്യം ചെയ്യാനാണ്. മെഴുകുതിരിയുടെ സ്ഥാനം മാറ്റിവെച്ച് വീണ്ടും നോക്കാനാണ്. അപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. റിഫ്ലക്റ്റീവ് ഗ്ലാസിൻ്റെ ഒരു വശത്ത് മെഴുകുതിരി കത്തിച്ച് നോക്കൂ. സ്കെയിൽ ഉപയോഗിച്ച് മെഴുകുതിരിയുടെ നാളത്തിലേക്കുള്ള ഉയരം അളക്കാനാണ്. കൂട്ടുകാരുടെ സഹായത്തോടെ മറുഭാഗത്ത് സ്കെയിൽ വച്ച് പ്രതിബിംബത്തിൻ്റെ നാളത്തിലേക്കുള്ള ഉയരവും അളന്നു നോക്കാനാണ്. മെഴുകുതിരിയുടെ വലിപ്പം വ്യത്യാസപ്പെടുത്തി പരീക്ഷണം ആവർത്തിക്കാനാണ്. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ വലിപ്പവും ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും എന്തായിരിക്കും? ഈ സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്താണ്? ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. പ്രതിബിംബത്തിന് എന്താണ്? ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. ലാറ്ററൽ ഇൻവേർഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? സമതല ദർപ്പണത്തിലെ ഒരു വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗത്തായും വസ്തുവിൻ്റെ ഇടതുഭാഗം വലതുഭാഗത്തായും വരുന്നതാണ് പാർശ്വ വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. പ്ലെയിൻ മിററിൽ ലെഫ്റ്റ് സൈഡ് ഒബ്ജക്റ്റ് the left side of an object appears the right side of the image. The right side of the object appears the left side of the image. അതാണ് lateral inversion. അടുത്ത രണ്ടാമത്തത്, ഇൻ എ പ്ലെയിൻ മിറർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ. ഇപ്പം നമ്മൾ പഠിച്ച ആ എക്സ്പെരിമെൻറ്റിലുള്ളതാണ്. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കുമെന്ന്. പിന്നെ മൂന്നാമത് എന്താണ്? ഇൻ എ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ്. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ഈ 3 കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം, കാണാതെ പഠിക്കണം. നിങ്ങൾ എന്തൊക്കെയാണ് പ്ലെയിൻ മിററിൽ വരുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ ആയിരിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് എന്തോന്നാണ്? പ്ലെയിൻ മിററിലെ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. മൂന്നാമത് വരുന്നത് എന്താണ്? സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഏതിന് ഈക്വൽ ആയിരിക്കും? സൈസ് ഓഫ് ദ ഇമേജിന് ഈക്വൽ ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കും. വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയ? നമ്പർ ഓഫ് ഇമേജസ്, പ്രതിബിംബങ്ങളുടെ എണ്ണം. ഇപ്പോൾ
രണ്ട് പ്ലെയിൻ മിററിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചാൽ നമുക്കതിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്നത് എത്രണ്ണം? ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പ്രതിബിംബങ്ങൾ കാണാൻ പറ്റും. ഇമേജസ് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഒരു പ്ലെയിൻ മിറർ ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ രണ്ട് സൈഡിലും ഇതേ കണക്ക് മിറേഴ്സ് വച്ചിട്ട് നടുക്ക് ഒരു ക്യാൻഡിൽ വച്ചാൽ അതിൻ്റെ ഒത്തിരി ക്യാൻഡിൽസ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്കതിൽ കാണാൻ പറ്റും. ക്യാൻഡിൽ മാത്രമല്ല, എന്ത് നമ്മൾ വെച്ചാലും ആ രീതിക്ക് കാണാൻ പറ്റും. നോക്കൂ, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജസ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. When a burning candle is placed in front of a plane mirror, we get only one image. ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഒരു പ്രതിബിംബമാണ് കാണുന്നത്. എന്നാൽ how many images will you see if the burning candles is placed in between two parallel plane mirrors? എന്നാൽ അഭിമുഖമായി വച്ച രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എത്ര പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കും? രണ്ട് മിറേഴ്സിന് ഇടയിൽ ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചാൽ ഒത്തിരി ഇമേജസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഹൗ മെനി എന്ന് കേട്ടാൽ എന്ത് പറയാം? How many images will you see the burning of candle is placed in between two parallel plane mirrors? More images, many images നമുക്ക് കാണാൻ കഴിയും. Let us do this experiment using the following materials. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടത്? എ വുഡൻ ബ്ലോക്ക് സൈസ്ഡ് 6 inch into 4 inch into 1 inch small box, small candle match box, 2 plane mirrors of different heights having the same breadth as that the wooden block, double-sided tape. ഒരു മരക്കട്ട വേണം, പിന്നെ എന്തോന്നാണ്, ചെറിയ മെഴുകുതിരി, തീപ്പെട്ടി, മരക്കട്ടയുടെ വീതിയും വ്യത്യസ്ത ഉയരമുള്ള രണ്ട് സമതല ദർപ്പണം, ഡബിൾ സൈഡഡ് ടേപ്പ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വേണം. എന്നിട്ട് ഇതെന്തോന്നാണ്? ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് മരക്കട്ടയുടെ ഇരുവശത്തായി ദർപ്പണങ്ങളുടെ പ്രതലങ്ങൾ അഭിമുഖമായി വരത്തക്ക വിധം ഒട്ടിക്കാനാണ്. കണ്ണാടികൾക്കിടയിൽ മരക്കട്ടയിൽ ചെറിയൊരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക, ഈ പിക്ചറിൽ കാണുന്നത് പോലെ. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ നോക്കാനാണ്. ഉയരം കുറഞ്ഞ കണ്ണാടിയുടെ ഭാഗത്ത് നിന്ന് നിരീക്ഷിക്കുക. ഒന്ന് ഉയരം കൂട്ടിയോ ഒന്ന് ഉയരം കുറച്ചും വയ്ക്കുക. എന്നിട്ട് ഉയരം കുറഞ്ഞ കണ്ണാടിയുടെ ഭാഗത്ത് നിന്നതായി ഈ ഒരു കുട്ടി നോക്കുന്നില്ലേ, ആ രീതിക്ക് നോക്കുക. നമുക്ക് എതിർവശത്തുള്ള കണ്ണാടിയിൽ എത്ര പ്രതിബിംബങ്ങളാണ് കാണുന്നത്? ഒത്തിരി പ്രതിബിംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സോ മെനി ഇമേജസ് ക്യാൻ സീ. Okay, observe the sided shorter mirror. How many images do you see the mirror on the opposite side? ഒരുപാട് many images നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത multiple reflection. A large number of images of the lighted candle placed in between the parallel mirrors are formed due to the multiple reflection of light. ആവർത്തന പ്രതിപതനം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് രണ്ട് മിറേഴ്സിനിടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അതിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടെണ്ണം കാണാൻ പറ്റുമെന്ന്. സോ മെനി ഇമേജസ് ക്യാൻ സീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അഭിമുഖമായി വച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആയതുകൊണ്ടാണ് എന്തുവാണ് ഇങ്ങനെ ഒരുപാട് ഇമേജസ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. Repeat the above experiment using some other materials and pictures inside of candle. ക്യാൻഡിലിന് പകരം നമ്മൾ വേറെ ഇഷ്ടമുള്ള വസ്തുക്കൾ വെച്ച് ഇതേ കണക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാനാണ്. ഇപ്പോൾ ഒരു റെയിൽ പാത, അതിൻ്റെ ഒരു മോഡലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് അനന്തമായ റെയിൽ പാതയും നിരന്നു നിൽക്കുന്ന പൂമരങ്ങളും എല്ലാം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ the pictures given depicts the situation involving multiple reflection in daily life. നമ്മുടെ നിത്യജീവിതത്തിൽ മൾട്ടിപ്പിൾ
റിഫ്ലക്ഷൻ ഇത് വരുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് അതിന് ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ്. ഇന്ന് തന്നിട്ടുണ്ട് ബാർബർ ഷോപ്പിൽ ഈ രീതിയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നമ്മൾ ബാർബർ ഷോപ്പിൽ കയറുമ്പോഴത്തേക്ക് അറിയാം ഒരുപാട് മിറേഴ്സ് അവിടെ ഉണ്ട്. പിന്നെ ഒന്ന് പെരിസ്കോപ്പ്, പിന്നെ ഒന്ന് കാലിഡോസ്കോപ്പ്. അത് നമ്മൾ എന്താണെന്ന് ഇനി അങ്ങോട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ്. നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. Let us do an experiment. Glue two plane mirrors of equal size together with a sellotape as shown in the figure. Place a small ball in the middle and observe the number of images formed. Change the angles in between the mirrors. Observe whether there is a change in the number of images formed. അപ്പോൾ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എന്താണ്? ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വയ്ക്കുക. ഒരു ചെറിയ പന്ത് നടുവിലായി വച്ച് നോക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം നിരീക്ഷിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ദർപ്പണങ്ങൾ വിവിധ കോണുകളിലേക്ക് ക്രമീകരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ്. വിവിധ കോണുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ആ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്കൊരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പ്ലേസ് ചെയ്ത് below the mirrors are shown in the figure. Find the angle between the mirrors and the number of images formed. Complete the table. ചിത്രത്തിൽ കാണുന്ന വിധം പ്രൊട്രാക്ടർ നിർമ്മിച്ച് കണ്ണാടികൾക്ക് താഴെ വെച്ച് നോക്കാനാണ്. കണ്ണാടികൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും നോക്കാനാണ്. ഇതാ ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. ആംഗിൾ കണ്ണാടികൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ ആംഗിൾ ആൻഡ് ദ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആംഗിൾസ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 360/x-1. അതായത് കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 360/x-1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ആദ്യത്തത് 30 ഡിഗ്രി ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എത്ര ആയിരിക്കും? 11 ആയിരിക്കും. 360യെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണത്. 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് 5 ആണെന്ന്. 90 ഡിഗ്രി ആണെങ്കിൽ എത്ര ആയിരിക്കും? ഇമേജുകളുടെ എണ്ണം 3. 120 ഡിഗ്രി ആണെങ്കിൽ ഇമേജുകളുടെ എണ്ണം 2 ആയിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കണം? 360 ആംഗിൾ നമ്മൾ എടുക്കുന്ന ആംഗിൾ -1. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണുകളും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വാട്ട് ഹാപ്പൻസ് ദ നമ്പർ ഓഫ് ഇമേജസ് വെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ഇൻക്രീസ്? നമുക്ക് ദർപ്പണങ്ങൾക്കിടയിലെ കോണുകൾ കൂടി വരുമ്പോഴത്തേക്ക് ആംഗിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്ന് ചെയ്യും? നമ്പർ ഓഫ് ഇമേജസ് ഡിക്രീസ് ചെയ്യും. വാട്ട് ഈസ് ദ ആംഗിൾ ഡിക്രീസ്? ആംഗിൾ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്ന് ചെയ്യും? നമ്പർ ഓഫ് ഇമേജസ് കൂടി വരും. കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? കോണളവ് കൂടി വരുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. കോണളവ് കുറയുമ്പോഴത്തേക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടി വരും. ഓക്കെ, എത്രയും ക്ലിയർ ആയോ? അടുത്ത ടോപ്പിക് ഇലൂഷൻ ഇൻ ദ മിറർ, ദർപ്പണത്തിലെ മായാ കാഴ്ചകൾ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു. ഇതിൽ 2 ഡിവൈസസ് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒന്ന് കാലിഡോസ്കോപ്പ്, ഒന്ന് പെരിസ്കോപ്പ്. രണ്ടാമത്തെ പെരിസ്കോപ്പ്. നോക്കാം, കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. 3 പ്ലെയിൻ മിറർ പീസസ് ഓഫ് 6 ഇഞ്ച് ഇൻറ്റു 2 ഇഞ്ച്, പിന്നെ ഇൻസുലേഷൻ ടേപ്പ്, ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ്. എന്തൊക്കെയാണ്? 6 ഇഞ്ച് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള 3 സമതല ദർപ്പണങ്ങൾ, പിന്നെ ഇൻസുലേഷൻ ടേപ്പ് വേണം, സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. ഇവിടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. അതുപോലെ ഒരു ത്രികോണാകൃതിയിൽ സമതല ദർപ്പണങ്ങൾ ത്രികോണാകൃതിയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഉറപ്പിക്കാനാണ്. തുറന്നിരിക്കുന്ന അഗ്രങ്ങളിൽ ഒന്ന് സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി ഇൻസുലേഷൻ ടേപ്പ് വീണ്ടും ചുറ്റുക. എന്നിട്ട് അപ്പോൾ അതായത് ഇതുപോലെ ഒരു ഇത് കിട്ടും, ട്രയാങ്കിൾ ഷേപ്പിൽ. ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ്, ഒരു സൈഡിൽ
കവർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വല്ല ചെറിയ വളപ്പൊട്ടുകളോ മുത്തുകളോ ഒക്കെ ഇട്ട് അതിൽ കൂടെ നിരീക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു പല രീതിക്കായിരിക്കും, പല ആ വസ്തുവിൻ്റെ ഇമേജസ് ഒരുപാട് രീതിയിൽ നമുക്കതിൽ കാണാൻ കഴിയും. ഓക്കെ, മെത്തേഡ് ഓഫ് construction. Using the insulation tape, fix the 3 plane mirrors in a triangular pattern as shown in the figure. Cover one of the open ends with the transparent plastic sheet using the insulation tape. Put some colored bangle pieces or beads inside the devices and observe. എന്താണ് നമ്മൾ കാണുന്നത്? മനസ്സിലായോ? അടുത്ത പെരിസ്കോപ്പ്. പെരിസ്കോപ്പും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിൽ വരുന്ന ഒരു ഡിവൈസാണ്. അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാർഡ്ബോർഡ് പീസോ സൈസ് 25 സെൻറ്റിമീറ്റർ ടു 30 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ വലിപ്പത്തിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം, പിന്നെ 3.5 ഇഞ്ച് 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 സമതല ദർപ്പണങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യമാണ് വേണ്ടത്. എന്നിട്ട് ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നുള്ളത് അടുത്ത് കൊടുത്തിട്ടുണ്ട്. നിർമ്മാണ രീതി: ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ സൺപാക്ക് ഷീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ചിത്രം 1 കാണുന്ന അളവിൽ അതിൽ വരകൾ ഇടുക. ഈ ഒന്നാമത്തെ ഇതിൽ കാണുന്ന രീതിക്ക് ഇതിൽ വരകൾ ഇടുക. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗങ്ങൾ വരകളിലൂടെ മുറിച്ചു മാറ്റുക. അപ്പോൾ ചിത്രം 2 പോലുള്ള ഒരു രൂപം കിട്ടും. നോക്കൂ, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം വരച്ച് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ കിട്ടും. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ രൂപം ചിത്രം 3 കാണുന്നത് പോലെ മടക്കി ഒട്ടിക്കാനാണ്. ഇതുപോലെ മടക്കി ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് കിട്ടും. അതെന്തോന്ന് ചെയ്യണം? അതിൻ്റെ നിർമ്മിച്ചുപകരണത്തിൻ്റെ ചരിഞ്ഞ അഗ്രഭാഗങ്ങളിൽ പ്രതിപതന തലം ഉള്ളിൽ വരുന്ന രീതിയിൽ 3 ഇഞ്ച് 2.5 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 സമതല ദർപ്പണങ്ങൾ ഒട്ടിക്കുക. അകത്തോട്ട് ആക്കി 2 സമതല ദർപ്പണങ്ങൾ ഒട്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെരിസ്കോപ്പിലെ താഴെയുള്ള കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ മുകളിലത്തെ കാഴ്ച കാണാൻ പറ്റും. താഴെയുള്ള കണ്ണാടിയിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് മുകളിലുള്ളത് നമുക്ക് കാണാൻ കഴിയും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, കണ്ട, ആദ്യം ഇതുപോലെ വെട്ടിയെടുക്കുക, എന്നിട്ട് അതിൽ വരയ്ക്കുക. വരച്ച ഭാഗം അതേപോലെ വെട്ടിയെടുക്കുമ്പോൾ ഈ രണ്ടാമത്തതുപോലെ കാണും. മൂന്നാമത് കാണുന്ന രീതിയിൽ ഇതിനെ ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ചരിഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് 2 സമതല ദർപ്പണങ്ങൾ നമ്മൾ എടുത്ത 2 സമതല ദർപ്പണങ്ങളും ആ ഭാഗത്ത് ഒട്ടിച്ചു വെച്ച് നോക്കുക. എന്നിട്ട് കണ്ണാടിയിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോന്നാണ് പുറത്തെ കാഴ്ചകൾ ഇതിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിയും. How to periscope useful to the submarines in the Navy and for soldiers observing enemies from trenches in the battlefield. അപ്പോൾ ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധഭൂമുഖത്തെ ട്രെഞ്ചിനുള്ളിലുള്ള ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് സഹായമാകുന്നു അല്ലേ? അവരാണ് കൂടുതലായിട്ട് ഈ പെരിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. How periscope is useful for the submarines in the Navy and the soldiers observing enemies from the trenches in the battlefield. ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്ക് യുദ്ധമുഖത്തെ ട്രെഞ്ചിലിരിക്കുന്ന ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് എങ്ങനെ പ്രയോജനപ്പെടുന്നു? Submarines use periscope to observe the surface of the water without exposing themselves. This is essential to detecting enemy ships, aircraft or other threats. മുങ്ങിക്കപ്പലുകൾ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ജലത്തിൻ്റെ ഉപരിതലം നിരീക്ഷിക്കാൻ പെരിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു. ശത്രു കപ്പലുകൾ, വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിന് ഇത് സഹായിക്കുന്നു. Soldiers in trenches use periscope to observe enemy activity without exposing their heads above the parapet. This reduces the risk to being shot. അതായത് പട്ടാളക്കാരുടെ ട്രെഞ്ചിനുള്ളിലിരിക്കുന്ന പട്ടാളക്കാർക്ക് ശത്രുക്കളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പെരിസ്കോപ്പ് സഹായിക്കുന്നു. ഇത് വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു.
ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നമുക്കൊരു മൂങ്ങ. അവളുടെ ഈവൻ ദോ ഇറ്റ് ഈസ് നൈറ്റ് ഐ കാൺ സീ എനിത്തിങ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് ലൈറ്റ് ഓൺ ദ റോഡ്. ഹൗ ക്യാൻ ഐ ഗോ ഔട്ട്? അപ്പോൾ റോഡിലുള്ള ഒരു വലിയ വെളിച്ചം കാരണം രാത്രിയായിട്ട് എനിക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നില്ലല്ലോ, എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത്? മൂങ്ങയുടെ സങ്കടം ശ്രദ്ധിച്ചില്ലേ? Didn't you notice how worried the owl is? When do owl go out for prey? രാത്രിയിലാണല്ലോ മൂങ്ങകൾ ഇര തേടി ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെ അത് ഇര പിടിക്കും? How does the intense light at the night affect them? രാത്രിയിലെ അമിതമായ പ്രകാശം മൂങ്ങകളെ എങ്ങനെ ബാധിക്കുന്നു? How does the intense light to night affect owls? Owls can see anything due to the intense light at night. They can't go out for preying due to the intense light. This can also lead the habitat loss and reduced population. അപ്പോൾ രാത്രിയിൽ അമിതമായ പ്രകാശം മൂങ്ങകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? രാത്രിയിലെ അമിതമായ പ്രകാശം കാരണം മൂങ്ങകൾക്കൊന്നും കാണാൻ കഴിയില്ല. അമിതമായ പ്രകാശം കാരണം അവയ്ക്ക് ഇരപിടിക്കാനും പുറത്തിറങ്ങാനും കഴിയില്ല. ഇത് അവയുടെ ആവാസ വ്യവസ്ഥയെ നഷ്ടപ്പെടുത്തുന്നതിനും വംശനാശത്തിനും ഇടയാക്കുകയും ചെയ്യും. നമുക്ക് അടുത്ത ലൈറ്റ് പൊല്യൂഷൻ, പ്രകാശ മലിനീകരണം. ടുഡേ വി യൂസ് മെനി സോഴ്സസ് ഓഫ് ലൈറ്റ് ദാറ്റ് dispel darkness. You haven't probably seen in the cities and parks neon bulbs and the lights that are kept lit up throughout the night. This light is harmful to many organisms that hurt from prey in the dark. They are also be here of this earth. Intense illumination at night also causes people to miss many of the sky views that can only be seen on clear nights. അപ്പോഴെന്താണ് പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞാൽ? അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന നഗരങ്ങളിലും മറ്റ് പാർക്കുകളിലൊക്കെ നിയോൺ ബൾബുകളൊക്കെ ഉണ്ട്. ഇതെന്തോന്ന് ചെയ്യും? രാത്രി കാലങ്ങളിൽ നമ്മൾ കുറച്ച് മുന്നേ ഔളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. രാത്രി കാലങ്ങളിൽ ഭക്ഷണം തേടി പോകുന്ന ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമുണ്ടാക്കുന്നു. അത് കണക്ക് തന്നെ മനുഷ്യർക്കും. രാത്രി തെളിഞ്ഞ ആകാശത്തിൽ രാത്രികാലങ്ങളിൽ കാണേണ്ട കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെ വരുന്നു. പിന്നെന്താണ്, രാത്രിയിൽ അമിതമായ പ്രകാശം മനുഷ്യർക്ക് ഉറങ്ങാതെ ഇരിക്കുമ്പോഴത്തേക്ക് പല രോഗങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പല ജീവികളെയും ജീവജാലങ്ങളെയും ഒക്കെ ഈ പ്രകാശ മലിനീകരണം ദോഷകരമായി ബാധിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.